ഫൈസൽ, ഇതിന്റെ ഒരു ആഘാതം അത് എത്രത്തോളം വലുതാണ് എന്നതിനെക്കുറിച്ച് ഓരോ മണിക്കൂറിലും നമുക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ആളുകൾ ബുദ്ധിമുട്ടി പരിക്കേറ്റവരെ ഒന്നും ഇങ്ങോട്ട് എത്തിക്കാൻ, ആശുപത്രിയിലേക്ക് പോലും എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അത്തരത്തിലൊരു കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്ന്, എല്ലാം ഒലിച്ചുപോയി എന്നുള്ളതാണ്. കൊണ്ടുവരാൻ യാതൊരു മാർഗവുമില്ല. ഉണ്ടായിരുന്ന പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യത്തിന്റെ മുന്നിൽ എല്ലാ സംഘാംഗങ്ങളും നിൽക്കുന്നു, രക്ഷാപ്രവർത്തകർ നിൽക്കുന്നു. സർക്കാരിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നിലവിൽ. ഇപ്പോൾ സാജിദ് പറഞ്ഞതുപോലെ ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ സാഹചര്യമാണ്. ഇനിയും വൈകിയാൽ, ഇത്ര മണിക്കൂറായി ആശങ്ക കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലുമുള്ളവർ ഇടപെട്ടിട്ട് പോലും കാലാവസ്ഥ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള, ഇല്ലെങ്കിൽ ചെയ്യാൻ സാധ്യമായ കാര്യങ്ങൾ? ധന്യ, ഇപ്പോൾ നേരിയ ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ചൂരൽമല പാലം തകർന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടേക്കുള്ള പാലം പുനർനിർമ്മിക്കാൻ, താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഭാഗത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന കുറേ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ ഒരു ഭാഗത്തെ പാലം കുടുങ്ങിക്കിടക്കുന്നതാണ് ഇത്ര നേരം 12 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാദൗത്യത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും, അല്ലെങ്കിൽ രക്ഷാദൗത്യം പൂർണ്ണമായും നമുക്ക് നടത്താൻ സാധിക്കാത്തത് ഈ ഒരു പാലം തകർന്നത് ആ ഒരു വെല്ലുവിളിയായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ സ്വാഭാവിക പാലം അല്ലെങ്കിൽ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ഒരു നടപടികൾ അവിടെ ആരംഭിച്ചിരുന്നെങ്കിലും പുഴയിലെ ശക്തമായ കുത്തൊഴുക്കും ചെളിയും ഈ ഒരു വലിയ പാറക്കെട്ടുകളും ഒക്കെ അടിഞ്ഞു വന്നത് വലിയ വെല്ലുവിളിയായി നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ നിലവിൽ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മുണ്ടക്കയിൽ അതിവേഗം എത്തുക എന്നുള്ളതാണ്. ഈ മുണ്ടക്കയിൽ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്നും 2 കിലോമീറ്ററാണ് ഈ ഒരു റോഡ് മാർഗം മുണ്ടക്കയിൽ എത്താനുള്ളത്. അപ്പോൾ അവിടേക്ക് എത്രയും വേഗം എത്തിപ്പെടാൻ തന്നെയായിരിക്കും ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ മുന്നിലുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നിലവിൽ ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ അവരെ കരയിലെത്തിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ നമ്മുടെ രക്ഷാദൗത്യത്തിന് കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, ഈ ഒരു റോഡ് മുറിച്ച് കടന്നാൽ പോലും നേരത്തെ നമ്മളോട് അവിടുത്തെ ആളുകൾ പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ മുണ്ടക്കയിലേക്ക് എത്തുന്ന ഒരു ഭാഗത്ത് 100-200 മീറ്ററോളം റോഡ് അവിടെ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സൈന്യം എത്തുകയാണെങ്കിൽ, അവരുടെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടി സൈന്യം എത്തുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി എത്രയും വേഗം മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈന്യത്തിൻ്റെ കയ്യിൽ എന്തായാലും അത്യാധുനിക സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ റോഡ് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും താൽക്കാലികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി എത്രയും വേഗം മുണ്ടക്കയിലെത്തി അവിടെ ഇപ്പോൾ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യമായിരിക്കും രക്ഷാ ദൗത്യ സംഘം അവരുടെ മുന്നിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത്.